ഇവിടെ വന്നൊക്കെ ചായ കുടിക്കുകയൊക്കെ ചെയ്യായിരിക്കും അല്ലേ? ദിവസം രാവിലെ ഇവിടെ വന്ന് ചായ കുടിക്കും. അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും. അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും. കാലത്ത് വന്ന അരമണിക്കൂർ ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ഫിറോസ്കയുടെ സ്ഥലമായ അത് ഫേമസ് യൂട്യൂബറായ ഫിറോസ് ചുട്ടിപ്പാറ. ഞങ്ങൾ ആ സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫിറോസ്കയെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ പോയി. പക്ഷേങ്കിൽ ഫിറോസ്ക അവിടെ ഇല്ല. പുള്ളി കുറച്ച് ദിവസമായിട്ട് ഗൾഫിൽ എന്തോ വീഡിയോയുടെ ആവശ്യമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ വീട്ടുകാരുടെ വീഡിയോ ഒന്നും എടുത്തില്ല. അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് അവരുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇവിടെയുള്ള നാട്ടുകാരോട് എങ്ങനെയാണ് ഫിറോസ്ക എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അവരുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, നമ്മളിപ്പോൾ ചുട്ടിപ്പാറയിലാണുള്ളത്. അപ്പോൾ അവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഫിറോസ്കയുടെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ചായക്കട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം ഫിറോസ്കയെ കുറിച്ചുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ട് ഫിറോസ്ക? നല്ല കമ്പനിയല്ലേ? എങ്ങനെ? ദുബായി പോയിരിക്കുന്നു അല്ലേ? ചേട്ടാ ഫിറോസ്കയുടെ ബന്ധുവാ? അതെ അല്ലേ? ഞങ്ങൾ കണ്ണൂരിന്നായിരുന്നേ. കാണാൻ വേണ്ടി വന്നതാ. പിന്നെ പുള്ളിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇങ്ങനെ ഇവിടെ ഓരോരുത്തർ ചോദിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ചാ. അതെ അല്ലേ? പുള്ളി കുറെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങനെ? പുള്ളി നല്ലോണം കഷ്ടപ്പെട്ട് അതെ അല്ലേ? അതെ അല്ലേ? നാട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്തു. അതെ അല്ലേ? ജാതിഭേദമൊന്നുമില്ല, എല്ലാവരും സഹകരിച്ച് പോകുന്നത്. അതെ അല്ലേ? അതെ എങ്ങനെ കരയേൽപ്പോട്ടെ. അല്ല പുള്ളിയുടെ കഷ്ടപ്പാടെ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമായിരിക്കും എന്ന് പറയാം. ചിലവരൊക്കെ പലതും ചെയ്തിട്ട് എന്നിട്ട് അതെ അതെ പുള്ളി കുറെ കഷ്ടപ്പെട്ട് എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിനു ശേഷമല്ലേ ആയത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കാണുമ്പോ ആൾക്കാർക്ക് ഒരു ഇതല്ലേ, സപ്പോർട്ടല്ലേ? പാവപ്പെട്ടതല്ലേ കുറെ സഹായിച്ചു. അതെ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല, ആള് ഡീസൻ്റ് ആണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം പറഞ്ഞു പോയാൽ ആള് സഹായിക്കുന്നുണ്ട്. പക്ഷെ പഴയ കഷ്ടപ്പാടുകൾ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണമാണ് മൂപ്പർ ഇങ്ങനെ സഹായിക്കുന്നത്. അതെ അതെ, അതൊരു നല്ല കാര്യം തന്നെയല്ലേ? ചിലവരൊക്കെ വലുതായി എന്തെങ്കിലുമൊക്കെ നേടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതെ 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 സത്യം. അതെ അതെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കുവൈറ്റിലെത്തിയല്ലേ? അതെ അല്ലേ? അങ്ങനെ പോട്ടെ അല്ലേ? അതെ. ചേട്ടൻ തൊട്ടടുത്ത് താമസിക്കുന്നല്ലേ? എന്താ പേരെന്താ? എൻ്റെ പേര് സുരേഷ് ബാബു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ കാണലുണ്ട് വീഡിയോസൊക്കെ? കാണലില്ലേ പുള്ളിയുടെ? അതെ അല്ലേ? പുള്ളി വീഡിയോ ഷൂട്ട് ചെയ്യുന്നിടത്തൊക്കെ പോകുന്നുണ്ടല്ലോ. പാടത്ത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു അല്ല പുള്ളി വീഡിയോ എടുക്കുന്നതന്നെ ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ആ ഫുഡ് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതും അതെ അതെ. പിന്നെ ചില സമയത്ത് ഫുഡ് വയ്ക്കുമ്പോൾ എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അല്ലേ? എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കും. മൂപ്പൻ്റെ അടുത്ത് എല്ലാ വീടുകളിലേക്കും കൊടുക്കും. പിന്നെ ചാരിറ്റബിൾ അതിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതെ അല്ലേ? അതിനൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരോടും നല്ല സഹകരണമുണ്ട്. അത് കാരണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ തന്നെ പോട്ടെ. അതെ അതെ, അത് നീണ്ടു പോട്ടെ. പുള്ളി ഇവിടെ വന്നൊക്കെ ചായ കുടിക്കുകയൊക്കെ ചെയ്യായിരിക്കും അല്ലേ? ദിവസം രാവിലെ ഇവിടെ വന്ന് ചായ കുടിക്കും. അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും. കാലത്ത് വന്ന അരമണിക്കൂർ ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ്. പഴയ സ്വഭാവ രീതി തന്നെ. അതെ അല്ലേ? ഇപ്പോഴും ഇതാ ഓഫീസ് അല്ലേ? ഇതിന് മുകളില് പിള്ളേരുണ്ടാവും ഓഫീസിൽ. അതെ അല്ലേ? 2-3 വർക്ക് അത് അവര് ഓഫീസായിട്ട് എടുത്തത്, റൂമായിട്ട് എടുത്തതല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം ഫിറോസ്കയെ കുറിച്ചിട്ട്. നല്ല അഭിപ്രായം അല്ലേ?
കണ്ണൂരിൽ നിന്ന് കാണാൻ വന്നാണ് അതോ കണ്ണൂരിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതാ. കാണാൻ വേണ്ടി വന്നു. പക്ഷേ ഇക്ക ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇക്ക ഇവിടെ ഇല്ലെന്ന്. ചോദിച്ചില്ല. അല്ല നമുക്ക് ചോദിക്കാൻ ഇതില്ലല്ലോ, നമ്പറില്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ നമ്മളൊരു ആഗ്രഹം കൊണ്ട് വന്നു. കുഴപ്പമില്ല, കാണാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാലോ. പിന്നല്ലാതെ. അപ്പൊ നമ്മള് നാട്ടുകാരുടെ ഒരു അഭിപ്രായം കൂടെ അറിയാന്ന് വെച്ചിട്ട്. അല്ല, നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ കുറെ പുള്ളി ചെയ്യുന്നത്, പറയുന്നതിന് ഉപരിയായിട്ട് പുള്ളി കുറെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതാ കേട്ടോ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം ഫിറോസ് ഖാനെ കുറിച്ചിട്ട്. എല്ലാവരും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇല്ല കണ്ട, നാട്ടുകാരും ഭയങ്കര കമ്പനിയാണ്. ഓക്കെ ചേട്ടാ, എന്നാ പിന്നെ കോട്ടയം. ഓക്കെ, ചായ കുടിച്ചതാ? അവിടുന്ന് കുടിച്ചു ഇപ്പൊ. വീട്ടിൽ നിന്ന് കുടിച്ചു. നേരെ കണ്ണൂരാ? നേരെ കണ്ണൂർക്കല്ല, തൃശ്ശൂർക്ക്. ഞങ്ങൾ എല്ലാ ജില്ലയിലും പോന്നെ. അപ്പൊ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഞങ്ങൾ കണ്ണൂരുകാരാ. വയനാട്ടിൽ പോയി, കോഴിക്കോട് പോയി, മലപ്പുറം പോയി, ഇതിപ്പോ ഇവിടെ പാലക്കാട്. ഇന്നിപ്പോ തൃശ്ശൂർ പോകും. തൃശ്ശൂർ. എന്നാ പിന്നെ ശരി ചേട്ടാ, താങ്ക്സ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ. ഓക്കെ ഓക്കെ. ഫിറോസ് ഖാനെ അറിയത്തില്ലേ? എങ്ങനെ? ഫിറോസ് ഖാൻ എങ്ങനെയുണ്ട്? നല്ല. അതെ അല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് നമ്മളൊക്കെ. ഇവിടെയാ? ഫിറോസ് ഖാൻ അറിയത്തില്ലേ? അറിയാല്ലേ? നല്ല കമ്പനിയാ. അതെ അല്ലേ? നിങ്ങളെല്ലാം ഇവിടുത്തെ നാട്ടുകാരാ? അതെ അല്ലേ? അറിയത്തില്ല ചേട്ടാ, ഫിറോസ് ഖാൻ അറിയത്തില്ലേ? ഫിറോസ് ഖാൻ അറിയാവോ? അറിയത്തില്ല? ചുട്ടിപ്പാറ ചേട്ടൻ അറിയത്തില്ലേ? എങ്ങനെയുണ്ട് ആള്? നല്ല ഫ്രണ്ട്ലിയാണ്. അതെ അല്ലേ? നാട്ടുകാരുടെയൊക്കെ സഹായം പുള്ളിക്കുണ്ട്. പുള്ളി എല്ലാവരും സഹായിക്കുന്നുണ്ട് അല്ലേ? ഇത് ചായക്കടയല്ലേ ഇത്? ഇവിടെ വരെ ഉണ്ടോ? ഇവിടെ വരെ ഉണ്ടോ ഫിറോസ്? ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരെ ഉണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. എല്ലാ ദിവസവും ഇവിടെ വരെ ഉണ്ട്. ഇവിടെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല കമ്പനിയാണ്. എങ്ങനെ? നല്ല കമ്പനിയാണ്. അതെ അല്ലേ? നല്ല സഹായമാണ് അല്ല പുള്ളി. നമ്മളപ്പുറം ചോദിച്ചപ്പോ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. കുറെ കഷ്ടപ്പെട്ടൊക്കെ അല്ലേ? അതെ അല്ലേ? പിന്നെ അങ്ങനെ പുള്ളി കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ആൾക്കാരുടെ അഭിപ്രായം ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അടിപൊളിയല്ലേ? ഇല്ല, ആളെ കണ്ടില്ല. ആള് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് പുള്ളി? നല്ല കമ്പനി അല്ലേ? അതെ അല്ലേ? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അവരുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്? ഇവിടുത്തെ ആൾക്കാർ തന്നെ. അപ്പൊ നാട്ടുകാർക്കെല്ലാം ഭയങ്കര അഭിപ്രായം കേട്ടോ ഫിറോസ് ഖാനെ കുറിച്ച്. നല്ല ആള് തന്നെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചാനൽ കാണണം. അപ്പൊ വൈകുന്നേരം അത് ഉണ്ടാവും. അതെ, ചാനൽ നോക്കിയോ? അതല്ല, ഞങ്ങള് കാണണം പറയാം വീട്ടില്. അതുകൊണ്ട് പറഞ്ഞു 200 ഏത് ചാനൽ നമ്മൾ ഇട്ടിട്ടില്ല. നിങ്ങള് നോക്കുക കേട്ടോ. ഓക്കെ.